السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റിഹ്ലത്തും മഅൽ ഖുർആൻ എന്ന ഖുർആൻ പഠന പരമ്പരയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തെ ആയത്തിലെ അവസാന ഭാഗത്തിലെ തജ്വീദിൻ്റെ ചില പ്രത്യേക ഹുക്കുമുകളെ സംബന്ധിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം ഇവിടം വരെ നമ്മൾ പറഞ്ഞെത്തിച്ചു. തൊട്ടടുത്ത ആയത്തിൽ ഇതേ ആയത്തിലെ അടുത്ത ലഫ്ള് വരുന്നത് വലദ്ദാ എന്ന് തുടങ്ങുന്ന വാവാണ്. വലദ്ദാല്ലീൻ എന്ന് തുടങ്ങുന്ന വാവാണ്. സുക്കൂനായ മീമാണ് തൊട്ടടുത്ത ഭാഗത്ത് നാം അവസാനിപ്പിച്ചത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം. സുക്കൂനായ മീമിന് ശേഷം നാം ഇവിടെ വഖഫ് ചെയ്യാതെയാണ് ഓതേണ്ടത് എന്ന് കഴിഞ്ഞ പ്രോഗ്രാമിൽ നാം അവതരിപ്പിച്ചിരുന്നു. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വാ. സുക്കൂനായ മീമിന് ശേഷം വാവ് സംഭവിച്ചാൽ, പ്രത്യേകിച്ചും സുക്കൂനായ മീമിനുണ്ടാകുന്ന ഒരു ഹുക്കുമാണ് ഇദ്ഹാർ. നാം സുക്കൂനായ നൂനിൽ പറഞ്ഞതുപോലെ ചില പ്രത്യേക ഹുക്കുമുകൾ സുക്കൂനായ മീമിൻ്റെ ശേഷം വരുന്ന അക്ഷരങ്ങളെ അടിസ്ഥാനമാക്കിയും ഹുക്കുമുകളുണ്ട്. അവയിൽപ്പെട്ട ഒന്നാണ് ഇദ്ഹാർ. ഇവിടെ സംഭവിച്ചിട്ടുള്ള ഹുക്കുമ് ഇദ്ഹാർ എന്നതാകുന്നു. സുക്കൂനായ മീമിന് ശേഷം വാവ് സംഭവിച്ചു. അപ്പോൾ ഈ മീമിനെ വെളിവാക്കി മണിക്കലില്ലാതെ അവ്യക്തമാക്കലില്ലാതെ ഉച്ചരിക്കലാണ് ചെയ്യേണ്ടത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വാ, ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാത്ത പക്ഷം മീമ് നഷ്ടപ്പെട്ടു പോകുന്നതും അർത്ഥം അതിൻ്റെ മറ്റൊരു ഗതിയിലേക്ക് നീങ്ങുന്നതുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടെയാണ് ഇത്. വാവ് പുറപ്പെടുന്നത് രണ്ട് ചുണ്ടുകളിൽ നിന്നാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട് ബായിൽ നിന്നും മീമിൽ നിന്നും. ഇവ മൂന്നും രണ്ട് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ തന്നെയാണ്. വാവിനുള്ള പ്രത്യേകത രണ്ട് ചുണ്ടിൻ്റെ രണ്ടു സൈഡ് ഭാഗവും ചേർത്ത് വെച്ചുകൊണ്ടും മധ്യഭാഗം ഇങ്ങനെ പൊള്ളയായിട്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ ഉച്ചരിക്കേണ്ടത് വാ എന്നാണ്. വാ വാ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഇതാണ് വാവിൻ്റെ മഖ്റജ്, ശരിയായ രൂപം. തൊട്ടടുത്ത് ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ് ലാമിന് ശേഷം വരുന്ന അക്ഷരം വലദ്ദാ. വലദ്ദാ. ദ്വാദിനെ സംബന്ധിച്ച് നാം മുന്നേ വിവരിച്ചതാണ്. ദ്വാദിൻ്റെ മഖ്റജ് നമുക്കെല്ലാവർക്കും അറിയാം. നാവിൻ്റെ രണ്ടാലൊരു അരുഭാഗം അതിനോട് നേരിടുന്ന മുകളിലെ അണപ്പല്ലുകൾ തട്ടിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ആ അരുഭാഗം നീളത്തിൽ തട്ടിക്കണം. അപ്പോഴാണ് സിഫത്ത് കൂടെ പരിപൂർണമാവുന്നത്. ഇസ്തിത്വാലത്ത് എന്ന മഖ്റജിൽ ശബ്ദം നീളുക എന്ന ഒരു സിഫത്ത് കൂടെ ദ്വാദിന് പ്രത്യേകമായ സിഫത്താണ്. അത് ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലദ്ദാ വലദ്ദാ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ദ്വാദിൻ്റെ സിഫത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട സിഫത്ത് തന്നെയാണ് ഇസ്തിഅല എന്ന സിഫത്തും അതുപോലെ തന്നെ ഇത്ബാഖ് എന്ന സിഫത്തും. ഇതെല്ലാം നാം മുന്നേ വിവരിച്ചതാണ്. അവകളെല്ലാം ഉൾപ്പെടുത്തി ആണ് ഇവിടെയും നാം ഉച്ചരിക്കേണ്ടത്. വലദ്ദാല്ലീൻ. ഇവിടെ ഒരല്പം നീട്ടിയാണ് നാം ഓതുന്നത്. അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഇവിടെ ഒരല്പം അധികം നീട്ടാനുള്ള കാരണം മദ്ദക്ഷരമായ അലിഫ്, അത് ലോ എന്ന അലിഫ്. അലിഫിന് ശേഷം സുക്കൂനുള്ള അക്ഷരമാണ് തൊട്ടടുത്തുള്ളത്. ഇവിടെ അത് ഇദ്ഗാം ചെയ്യപ്പെട്ടത് കൊണ്ട് വ്യക്തമായി അത് കാണാൻ സാധിക്കില്ല എന്ന് മാത്രം. അതിൻ്റെ ഭാഷാപരമായ ഹുക്കുമുകളിലേക്ക് നീങ്ങിയാൽ അതിനെ സംബന്ധിച്ച് വ്യക്തമായി മനസ്സിലാവും. നാം ഇവിടെ അത്ര വിശാലതയിലേക്ക് ഇവിടെ നീങ്ങുന്നില്ല. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂനായ ഒരു അക്ഷരം സംഭവിക്കുക എന്ന ഹുക്കുമാണ് മദ് ലാസിം എന്നാണ് അതിന് പറയുക. ആ ഹുക്കുമാണ് ഇവിടെ ബാധകമായിട്ടുള്ളത്. മദ് ലാസിം. മദ് ലാസിം നീട്ടേണ്ടത് 3 അലിഫിൻ്റെ ഖദറാണ്. അപ്പോൾ നീട്ടേണ്ടത് മദ് ലാസിം 3 അലിഫിൻ്റെ ഖദറാണ്. ഒരല്പം അധികം നീട്ടണം എന്നർത്ഥം. ഒരലിഫിൻ്റെ ഖദർ എന്ന് പറഞ്ഞാൽ 2 ഹർക്കത്ത് ഉച്ചരിക്കേണ്ട സമയമാണ്. അപ്പോൾ 6 ഹർക്കത്തുകളെ ഉച്ചരിക്കേണ്ട സമയം നാം കണക്കാക്കുകയും
നീട്ടുകയും ചെയ്യുക. വലദ്ദാല്ലീൻ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലാമിൻ്റെ അവിടെ ഷദ്ദുള്ള ലാമാണ് തൊട്ടടുത്ത അക്ഷരം കാണാൻ സാധിക്കുക. അത് സുക്കൂനായ ഒരു ലാമും മറ്റൊരു ലാമും കൂടെ ചേർന്ന് വന്നതാണ്. അപ്പോഴാണ് ആ ലാമിന് ഷദ്ദ് വന്നത്. ആ ഷദ്ദുള്ള ലാമിന് നാം ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക സിഫത്തുകൾ കൂടെയുണ്ട്. ഒന്ന് തവസ്സുത്ത് എന്ന സിഫത്താണ്. ഉച്ചരിക്കുന്ന സമയം മഖ്റജിൽ അല്പം ശക്തിയോടെയും ഒരല്പം ശക്തിയില്ലാതെയും രണ്ടും കൂടെ ചേർന്നുകൊണ്ടാണ് ലാമിൻ്റെ സിഫത്തിൽ ഉള്ളത്. അപ്പോൾ ഒരു മൃദുവായ രൂപത്തിലാണ് അവിടെ ഉച്ചരിക്കേണ്ടത്. എന്ന് വച്ചാൽ മഖ്റജിൽ ശക്തിയില്ലാതെയും എന്നാൽ അല്പം ശക്തിയോടെയും ഉച്ചരിക്കുന്ന അവസ്ഥയായതിനാൽ മഖ്റജിൽ ഒരല്പം ശബ്ദം നീളുക, ഒരല്പം നീളുക. വലദ്ദാല്ലീൻ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഈ ലാമിനെ പലരും തവസ്സുത്ത് എന്ന ഈ സിഫത്തിനെ നഷ്ടപ്പെടുത്തി വലദ്ദാല്ലീൻ എന്ന് പറയും. ഇത് സിഫത്തിൽ നിന്നും അകന്നു പോകുന്നതാണ്, സിഫത്ത് നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ മറ്റൊരു സിഫത്താണ് ജഹ്ർ. ജഹ്റും ഈ ലാമിന് തന്നെ ഉള്ള മറ്റൊരു സിഫത്താണ്. ഉച്ചരിക്കുന്ന സമയം മഖ്റജിൽ ഒരല്പം ശക്തിയായ കാരണത്താൽ ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ് ശ്വാസം അങ്ങ് നടക്കാതിരിക്കുക. പലരും ഉച്ചരിക്കുന്ന ശൈലി നാം കേട്ടുവരാറുണ്ട്. സാധാരണഗതിയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന പലരും വന്നു പോകുന്ന ഒരു തെറ്റാണ് ലാം ഉച്ചരിക്കുമ്പോഴും ഒരല്പം കാറ്റ്. ലാം ഉച്ചരിക്കുന്ന സമയത്തും ഒരല്പം കാറ്റ് പോകുന്നത് പോലെ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ലാമിന് അങ്ങനെ കാറ്റ് പോവാത്ത അവസ്ഥയും ഒരല്പം ശബ്ദം ഒരല്പം നീളുന്ന ഒരവസ്ഥയുമാണ് വേണ്ടത്. ലാമിന് ശ്വാസം നടക്കാതെ അതുപോലെ തന്നെ ഒരല്പം ശബ്ദം നീങ്ങുകയും വേണം. ഇങ്ങനെയാണ് ലാമിനെ ഉച്ചരിക്കേണ്ടത്. അവസാനം തൊട്ടടുത്ത അക്ഷരം യാവും നൂനുമാണ്. ഈ യാ മദ്ദിയായ യാ ആണ്. കസറിന് ശേഷം യാ സുക്കൂനായി വന്നാൽ മദ്ദിയായ യാ ആണ്, മദ്ദിയായിട്ടാണ് വരിക. ഫതഹിന് ശേഷം അലിഫ് സുക്കൂനായി വന്നാലും ലൊമ്മിന് ശേഷം വാവ് സുക്കൂനായി വന്നാലും കസറിന് ശേഷം യാ സുക്കൂനായി വന്നാലും വാവ് അലിഫ് യാ ഈ മൂന്നക്ഷരങ്ങളും യഥാക്രമം ഫതഹ് കസർ ലൊമ്മ് ഇവകൾക്ക് ശേഷം സംഭവിക്കുകയാണെങ്കിൽ അവകളൊക്കെ മദ്ദിയായ അക്ഷരങ്ങളായിട്ടാണ് പരിഗണിക്കുക. അവകൾക്ക് സുക്കൂനാകുന്ന അവസരത്തിൽ അവകൾക്ക് ശേഷം വരുന്ന അക്ഷരങ്ങളെ പരിഗണിച്ചുകൊണ്ട് മദ്ദുകൾ രണ്ട് വിധമുണ്ട്, രണ്ടവസ്ഥകളാണുള്ളത്. ഒന്ന് അസുലിയായി നീട്ടേണ്ട അവസ്ഥ, അതിനെ മദ് അസുലി എന്നാണ് പറയുക. മറ്റൊന്ന് ഫറായിയായി നീട്ടേണ്ട അവസ്ഥ, അതായത് മദ് ഫറായി എന്നാണ് പറയുക. മദ്ദക്ഷരമായി വരുന്ന ഈ അക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂനായ അക്ഷരങ്ങളോ അല്ലെങ്കിൽ ഹംസോ വന്നിട്ടുണ്ടെങ്കിൽ മദ് ഫറായി എന്നാണ് പറയുക. വിശാലമായി നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സുക്കൂനാണ് സംഭവിക്കുന്നത് നാം വഖഫ് ചെയ്യുമ്പോൾ. അപ്പോൾ മദ് ഫറായിൽപ്പെട്ട മദ് ആരിൽ നാം തുടക്കത്തിൽ പറഞ്ഞു വച്ചിരുന്നു. മദ് ആരിൽ 3 അലിഫിൻ്റെ ഖദറാണ് നീട്ടേണ്ടത്. ലീൻ എന്ന ഭാഗം ഫാത്തിഹയിലെ മിക്ക ആയത്തിലും ഈ മദ് ആരിൽ വരുന്നുണ്ട്. ബിസ്മിൽ വരുന്നുണ്ട്. റഹീം എന്ന ഭാഗം, റഹ്മാനി റഹീം, മാലിക് യൗമിദ്ദീൻ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ മദ് ആരിലാകുന്നു. 3 അലിഫിൻ്റെ ഖദർ നീട്ടലാണ് ഉത്തമം. ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ എന്ന് പറയൽ ഫാത്തിഹയിൽ പെട്ടതല്ലെങ്കിലും പ്രത്യേക സുന്നത്താണ്. അതിൻ്റെ അർത്ഥം അള്ളാഹുവെ നീ ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണേ എന്നാണ് ഈ തിരുവചനത്തിൻ്റെ അർത്ഥം വരുന്നത്. ഇത് ഫാത്തിഹയിൽ പെട്ടതല്ലെങ്കിലും നിസ്കാരത്തിലും അല്ലാത്ത അവസരത്തിലും ആമീൻ എന്ന ലഫ്ദിനെ ഉച്ചരിക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. നിസ്കാരത്തിലാണെങ്കിൽ മഅ്മൂമീങ്ങൾ ഇമാമിനോടൊപ്പം ഉച്ചത്തിൽ ആമീൻ എന്ന് പറയലാണ് പ്രത്യേക സുന്നത്തുള്ളത്. അല്ലാത്ത സന്ദർഭങ്ങളിലും ഫാത്തിഹയെ കേൾക്കുന്ന അവസരത്തിൽ കേൾക്കുന്ന ആളുകൾക്കും ആമീൻ പറയൽ പ്രത്യേക സുന്നത്തുണ്ട്. ആമീൻ എന്ന ലഫ്ദ് ഉച്ചരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് മീമിന് ശേഷം മദ് കൊടുത്തുകൊണ്ട് ആണ് ഉച്ചരിക്കേണ്ടത്. അലിഫിന് ഹംസക്ക് ശേഷം മീമ് ഉച്ചരിക്കുമ്പോൾ ഒരലിഫിൻ്റെ ഖദർ ഇതേ വരാവൂ. ആമീൻ ഇങ്ങനെയാണ് ഈ ലഫ്ലിനെ ഉച്ചരിക്കേണ്ടത്. സാധാരണഗതിയിൽ പ്രത്യേകിച്ചും നമ്മുടെ നാടുകളിലൊക്കെ പല പള്ളികളിലും കേൾക്കാൻ സാധിക്കുന്നത് ആമീൻ ഇങ്ങനെയാണ് കേൾക്കുക. ഇത് ശരിയായ ഒരു രൂപമല്ല. ആമീൻ ഇങ്ങനെ ഉച്ചരിക്കലാണ് അതിൻ്റെ
പരിപൂർണമായ രൂപം. നിസ്കാരത്തിലാവട്ടെ നാം ഇങ്ങനെ ആമീൻ എന്ന് പറയേണ്ടത് ഇമാമിന് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയേണ്ട അല്ലെങ്കിൽ റബ്ബി ഗഫിർലി എന്ന് പറയേണ്ട ഒരു സമയം നൽകിയ ശേഷം ഇമാമും മഅ്മൂമും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ആമീൻ എന്ന് പറയേണ്ടത്. ആമീനെ സംബന്ധിച്ച് ഇങ്ങനെ ഉച്ചരിക്കപ്പെടുന്ന ആമീൻ എന്ന ലഫ്ള് മലായികത്ത് നമ്മോടൊപ്പം അതിൽ പങ്കുചേരുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് പ്രത്യേകം പ്രതിഫലം ലഭിക്കുമെന്നും തിരു ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇമാമിനോടൊപ്പം ആമീൻ എന്ന് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ആമീൻ എന്ന് ഉച്ചരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ വലദ്ദാല്ലീൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തെ ആയത്തിൻ്റെ അവസാന ഭാഗവുമായി ആമീൻ എന്നതിനെ ചേർത്തി പറയാൻ പാടില്ല. അത് പ്രത്യേകം അവിടെ വഖഫ് ചെയ്തുകൊണ്ട് ആമീൻ എന്ന് പറയലാണ് പ്രത്യേക സുന്നത്തുള്ളത്. ഇനി നമുക്ക് സൂറത്തുൽ ഫാത്തിഹയിൽ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ഒന്ന് വിശാലമായി ചർച്ച ചെയ്യാം. നാം ഇതുവരെ പറഞ്ഞു വന്നത് പല ദിവസങ്ങളിൽ പല സന്ദർഭങ്ങളിലായി നാം വ്യത്യസ്ത സിഫത്തുകൾ സംബന്ധിച്ചും വ്യത്യസ്ത അക്ഷരങ്ങളെ സംബന്ധിച്ചും പല ഹുക്കുമുകളും നാം കേട്ടു പരിചയപ്പെട്ടു. അവയെല്ലാം എന്താണെന്ന് നമുക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ആദ്യമായി ഫാത്തിഹയിലെ പ്രത്യേക സുന്നത്തായ തഅവൂദിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഈ തഅവൂദിൻ്റെ ലഫ്ളിനെ ഫാത്തിഹയിലുള്ള ബിസ്മിയുമായോ അല്ലെങ്കിൽ ബിസ്മി ഇല്ലാത്ത സൂറത്താകുന്ന ബറാഅത്ത് സൂറത്ത്, തൗബ സൂറത്ത്, ഈ സൂറത്തിലേക്ക് അഊദു ചേർത്തിക്കൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിനെ തൗബ സൂറത്തിനോട് ചേർത്തുകൊണ്ടോ അല്ലെങ്കിൽ ബസ്മലത്ത് ചൊല്ലുന്ന സൂറത്തുകളിൽ ബസ്മലത്തുമായോ ബിസ്മിയുമായോ ചേർത്തി ഓതാതിരിക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഫാത്തിഹ സൂറത്തിൽ നാം തുടക്കം മുതൽ ഇന്ന് വരെ അതിൽ വന്ന ചില പ്രത്യേക സിഫത്തുകൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഒന്ന്, ജഹ്റ് എന്ന സിഫത്താണ് നാം പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ജഹ്റിൻ്റെ നേരെ വിപരീതമായ ഹംസ്. ജഹ്ർ എന്നാൽ മഖ്റജിൽ ശക്തിയായി സ്ഥിതി ചെയ്യുന്ന കാരണത്താൽ ഉച്ചരിക്കുന്ന സമയം അതേ അവസരത്തിൽ ശ്വാസം നടക്കാത്ത അക്ഷരങ്ങൾ. ഫാത്തിഹയിൽ നിന്നും ഈ സിഫത്തിലേക്ക് അനുയോജ്യമായി വന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഐൻ, മീം, വാവ്, നൂന്, ഖാഫ്, റാ, ഹംസ്, ദാല്, ഗൈൻ, സ്വാദ്, ത്വാ, ലാം, ബാ. ഇത്രയും അക്ഷരങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ജഹ്റ് എന്ന സിഫത്തിലേക്ക് അനുയോജ്യമായത്. ഇത്രയും അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന അവസരത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. മഖ്റജിൽ അവക്ക് ഒരല്പം ശക്തി കൊടുത്ത കാരണത്താൽ അവ ഉച്ചരിക്കുന്ന സമയം കാറ്റ് പുറത്തേക്ക് പോകുന്നില്ല. ചില അക്ഷരങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. ഉദാഹരണം, ഐൻ. ഐന് സുക്കൂനാക്കിയിട്ടൊന്ന് പറഞ്ഞു നോക്കാം. ആ ആ ഇങ്ങനെ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പോകുന്നില്ല. ഇങ്ങനെ നാം ആ പറഞ്ഞ അക്ഷരങ്ങളൊക്കെ കാറ്റ് പോവാത്ത അവസ്ഥയിലാണ് ഉച്ചരിക്കേണ്ടത്. അടുത്ത ഒരു സിഫത്ത് നാം ഫാത്തിഹയിൽ പറഞ്ഞു വെച്ചത് ജഹ്റ് എന്ന സിഫത്തിൻ്റെ നേരെ വിപരീത സിഫത്ത് ഹംസ് എന്ന് വെച്ചാൽ മഖ്റജിൽ ഒരല്പം ബലഹീനമായി സ്ഥിതി ചെയ്യുന്ന കാരണത്താൽ ഉച്ചരിക്കുന്ന സമയം അതേ ശബ്ദത്തിൽ ഒരല്പം കാറ്റ് പുറത്തേക്ക് പോകുക. അതേ ശബ്ദത്തിൽ ഒരല്പം ഉച്ചരിക്കുന്ന സമയം ഒരല്പം കാറ്റ് പുറത്തേക്ക് പോവുക. ഈ സിഫത്താണ് ഹംസ് എന്ന സിഫത്ത്. ഹംസ് എന്ന സിഫത്തിലേക്ക് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നും ഏതെല്ലാം അക്ഷരങ്ങൾ ചേർന്ന് വന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഹ, അതുപോലെ തന്നെ ഹ. മറ്റൊന്ന് സ്വാദ്, മറ്റൊന്ന് കാഫ്, താ. ഇങ്ങനെയുള്ള അക്ഷരങ്ങളാണ് ഹംസിലേക്ക് ഫാത്തിഹയിൽ നിന്നും ചേർന്ന് വന്ന അക്ഷരങ്ങൾ. അടുത്ത സിഫത്ത് ഫാത്തിഹയിൽ നാം പറഞ്ഞിരുന്നത് ഷിദ്ദത്ത് എന്ന സിഫത്താണ്. ഷിദ്ദത്ത് എന്നാൽ ഉച്ചരിക്കുന്ന സമയം മഖ്റജിൽ ശക്തിയായി സ്ഥിതി ചെയ്യുന്ന കാരണത്താൽ മഖ്റജിൽ നിന്നും ശബ്ദം നീങ്ങാത്ത അവസ്ഥ ഉണ്ടാവുക. അതിലേക്ക് ആ സിഫത്തിലേക്ക് ഫാത്തിഹയിൽ നിന്നും വന്ന അക്ഷരങ്ങൾ ഹംസ്, അ എന്ന അക്ഷരം, ദാല്, ഖാഫ്, ബാ, കാഫ്, താ. ഇത്രയും അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയം ശബ്ദം നീങ്ങാത്ത രൂപത്തിലാണ് പുറപ്പെടേണ്ടത്. അപ്പോൾ ഹംസ് ഉച്ചരിക്കുമ്പോൾ ഒരല്പം ശക്തി വേണം. അതോടൊപ്പം ശബ്ദം നീങ്ങാൻ പാടില്ല. ആ ശബ്ദത്തിന് നീങ്ങലില്ല എന്ന് വെച്ചാൽ എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ
ദാല് ദ ശബ്ദം നീങ്ങാൻ കഴിയൂല. ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ഈ ഷിദ്ദത്ത് എന്ന സിഫത്തിലേക്ക് ബാധകമായതാണ്. അപ്പോൾ ഷിദ്ദത്ത് എന്ന സിഫത്തിലും ഹംസ് എന്ന സിഫത്തിലും കാഫും താവും നാം ഇവിടെ പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹംസ് എന്നാൽ ഉച്ചരിക്കുമ്പോൾ മഖ്റജിൽ ബലഹീനമായി സ്ഥിതി ചെയ്യുന്ന അവസരത്തിൽ കാറ്റ് അല്പം പുറത്തു പോകുന്നത്. ഷിദ്ദത്ത് എന്നാൽ ശബ്ദം നീങ്ങാത്ത അവസ്ഥ. ഈ രണ്ടു സിഫത്തും കാഫിനും താവിനുമുണ്ട്. നമുക്ക് കാഫും താവും ഒന്ന് പ്രത്യേകിച്ചൊന്ന് സുക്കൂനാക്കി ഒന്ന് പറഞ്ഞു നോക്കാം. അക് അക് ഒരു ചെറിയ ഒരു കാറ്റ് പുറത്തേക്ക് വരുന്നതായി കേൾക്കാൻ സാധിക്കും. അക് അക് കാഫാണ് നാം അവസാനം ഉച്ചരിച്ചത്, ചെറിയ ഒരു ശബ്ദം. അപ്പോൾ കാഫിൻ്റെ ഷിദ്ദത്ത് എന്ന സിഫത്ത്, അതായത് ശബ്ദം നീങ്ങാതിരിക്കുക എന്ന സിഫത്ത് കാഫ് ഉച്ചരിക്കുമ്പോൾ ആദ്യം സംഭവിക്കുകയും രണ്ടാമതായി ഒരൽപ്പം കാറ്റ് നീങ്ങുക എന്നതും അതിൻ്റെ രണ്ടാമതായി സംഭവിക്കുന്നു. അക് അക് ഇതാണ് കാഫിൻ്റെ ഷിദ്ദത്തും ഹംസും. ഇത് രണ്ടും കൊടുത്തുകൊണ്ടാണ് നാം ഉച്ചരിക്കേണ്ടത്. ഇതേ അവസ്ഥയിൽ തന്നെയാണ് താവും. താവും ഷിദ്ദത്തുമുണ്ട് ഹംസുമുണ്ട്. ഉച്ചരിക്കുന്ന അവസരത്തിൽ ശബ്ദം ഒരൽപ്പം ശക്തിയായ കാരണത്താൽ ശബ്ദം നീങ്ങുകയില്ല. ഒരൽപ്പം ബലഹീനത ഉള്ളതുകൊണ്ട് കാറ്റ് പുറത്തേക്ക് നീങ്ങും. സുക്കൂനായ അവസ്ഥയിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അത്ത് അത്ത് അത്ത്. അപ്പോൾ ആദ്യം ഷിദ്ദത്തിൻ്റെ സിഫത്ത് ശബ്ദം നീങ്ങാതിരിക്കുക, അതിൻ്റെ അവസാന ഭാഗമായിട്ടാണ് ഹംസ് എന്ന ആ സിഫത്ത് വരുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഏതൊരക്ഷരത്തിനും സുക്കൂനാകുന്ന അവസരത്തിലാണ് അതിൻ്റെ പരിപൂർണ സിഫത്ത് പുറത്തേക്ക് വരിക. സിഫത്തുകളുടെ വിഷയത്തിൽ പൊതുവെ സിഫത്ത് പരിപൂർണമായി പുറത്തേക്ക് വരുന്ന ഒരു സന്ദർഭം സുക്കൂനാകുന്ന അവസരത്തിലാണ്. അപ്പോൾ ഈ കാഫിനെ സംബന്ധിച്ചിടത്തോളം താവിനെ സംബന്ധിച്ചിടത്തോളം അത് സുക്കൂനാകുന്ന അവസരത്തിലാണത് പ്രത്യേകം വെളിവാവുക. അല്ലാത്ത അവസരത്തിൽ ഷിദ്ദത്ത് ഉണ്ടായിരിക്കെ ഈ ഹംസ് അത് ഒരൽപ്പം അതിൽ നിലകൊള്ളുന്നു. ഒരൽപ്പം അതിൽ നിലകൊണ്ടുകൊണ്ടാണ് നാം ഉച്ചരിക്കേണ്ടത്. സ്വാഭാവികമായും ഖുർആൻ പാരായണ സമയത്തെല്ലാം നാം ഉച്ചരിക്കേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ത ഉച്ചരിക്കുമ്പോൾ ഉദാഹരണം അൻഅംത അൻഅംത ഒരൽപ്പം അൻഅംത അൻഅംത അൻഅംത. ഇവിടെ കാറ്റ് പുറത്തു പോകുന്നത് വളരെ സൂക്ഷ്മമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാലേ അത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സുക്കൂനാവുന്ന അവസരത്തിൽ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാവും. സുക്കൂനാവുമ്പോൾ അത്ത് അത്ത്. പ്രത്യേകിച്ചും ദാല് താ പോ ഇവ മൂന്നും ഒരേ മഖ്റജാണല്ലോ. ദാൽ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജ് താവിനും കൂടെ ചേർന്ന് വന്നതുകൊണ്ട് ഇവ രണ്ടും തമ്മിൽ നാം മുന്നേ പറഞ്ഞു വച്ചതുപോലെ സിഫത്തുകളെ കൊണ്ടാണ് അക്ഷരങ്ങൾ പരസ്പരം വേർതിരിച്ച് മനസ്സിലാക്കുന്നത്. ഇവിടെ ദാലിൽ നിന്നും താ വ്യക്തമാകുന്നത് ഈ സിഫത്തുള്ളത് കൊണ്ടാണ്, ഹംസ് എന്ന സിഫത്തുള്ളത് കൊണ്ടാണ്. ആ സിഫത്ത് സുക്കൂനാവുന്ന അവസരത്തിൽ വ്യക്തമാവും. ദാലിന് നമുക്കൊന്ന് സുക്കൂനാക്കി കൊടുത്ത് നോക്കാം. അത് 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 പ്രത്യേകിച്ചും കൽക്കലത്ത് എന്നൊരു സിഫത്ത് കൂടെ ദാലിനുണ്ട്. നമ്മളതിവിടെ പറഞ്ഞിട്ടില്ല ഫാത്തിഹയിൽ ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ തന്നെയും ദാലിൽ നിന്നും വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു സിഫത്താണ് ഹംസ് എന്ന താഇനുള്ള സിഫത്ത്. കാഫിനെയും ഖാഫിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു സിഫത്ത് തന്നെയാണ് ഹംസ് എന്ന സിഫത്ത്. അതുപോലെ സൂറത്തുൽ ഫാത്തിഹയിൽ നാം പറഞ്ഞു വച്ച മറ്റൊരു സിഫത്താണ് രഹ്വ്. എന്ന് വെച്ചാൽ ഉച്ചരിക്കുന്ന സമയം മഖ്റജിൽ അല്പം ബലഹീനമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഉച്ചരിക്കുന്ന സമയത്ത് ശബ്ദം നീങ്ങുക, ശബ്ദം ഒരല്പം നീങ്ങുക. അതിൻ്റെ അക്ഷരങ്ങൾ ഫാത്തിഹയിൽ നിന്നും ഈ സിഫത്തിലേക്ക് വന്ന അക്ഷരങ്ങൾ ദാല്, ഗൈൻ, ഹാ, ളാദ്, വാവ്, സ്വാദ്, യാ, സീന്, ഹാ എന്നിങ്ങനെയുള്ള അക്ഷരങ്ങളാണ്. ദാലിന് സുക്കൂനായി നാം ഒന്ന് ഉച്ചരിച്ച് നോക്കിയാൽ ആ ശബ്ദം നീങ്ങുന്നത് ഒരല്പം നമുക്ക് മനസ്സിലാവും. അത് അത് തൊട്ടടുത്ത അക്ഷരം നാം പറഞ്ഞത് ഗൈനായിരുന്നു. ഔ ഔ. ഇതൊക്കെ അമിതമായി നീളണം എന്നല്ല പറഞ്ഞതിൻ്റെ ആശയം, ശബ്ദം അല്പം നീങ്ങുക എന്നതാണ്. മറ്റൊരു സിഫത്തായിരുന്നു ഷിദ്ദത്ത്, രഹ്വ്. ഇവ രണ്ടിൻ്റെയും മദ്യം. ഷിദ്ദത്തിൻ്റെ വിപരീതമാണ് രഹ്വ്. ഇവ രണ്ടിൻ്റെയും മധ്യഭാഗമാണ് തവസുത്ത് എന്നാണ് അതിൻ്റെ പേര്. മഖ്റജിൽ അല്പം ശക്തിയുണ്ട്, എന്നാൽ അല്പം ശക്തിയില്ല. ഇവ രണ്ടിൻ്റെയും മധ്യഭാഗം. ഈ മധ്യഭാഗമായിട്ട് ഉച്ചരിക്കുമ്പോൾ ഒരല്പം ശക്തിയോടെയും ശബ്ദം നീങ്ങലില്ലാതെ
ഒരല്പം ശക്തിയില്ലാതെ. അപ്പോൾ ശബ്ദം നീങ്ങലോടെ. ഒന്ന് ലാമ്, നൂന്, ഐൻ, മീമ്, റാ, ഈ അക്ഷരങ്ങളാണ്. ഇവകൾ മഖ്റജിൽ അല്പം ശക്തിയോടെയും അല്പം ശക്തിയില്ലാത്ത അവസ്ഥയിലും. തവസുത്ത് എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹയിൽ നാം പറഞ്ഞു വച്ചിരുന്ന മറ്റൊരു സിഫത്താണ് ഇസ്തിഅലാ. ചില അക്ഷരങ്ങൾക്ക് ഉച്ചരിക്കുന്ന സമയം നാവിൻ്റെ അഖ്സയായ ഭാഗം മുകളിലേക്ക് ഉയർന്നിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഫാത്തിഹയിൽ നിന്നും ഇസ്തിഅലാ എന്ന സിഫത്തിലേക്ക് വന്നിട്ടുള്ള അക്ഷരങ്ങൾ സ്വാദ്, ളാദ്, ഗൈൻ, ഖാഫ് എന്നീ അക്ഷരങ്ങളാണ്. ഉച്ചരിക്കുന്ന സമയം അണ്ണാക്കിലേക്ക് നാവിൻ്റെ അഖ്സയായ ഭാഗം അങ്ങേയറ്റം ഉയർന്നിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഉച്ചരിച്ച് നോക്കാം. ഓരോ അക്ഷരങ്ങൾക്കും സുക്കൂനായി പറയുമ്പോഴാണ് വ്യക്തമായത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ സ്വാദ് ഉച്ചരിക്കുകയാണെങ്കിൽ അസ് അസ്, അതുപോലെ തന്നെ ദ്വാദാണെങ്കിൽ അബ് അബ്, ഇങ്ങനെ നാവിൻ്റെ അഖ്സ മുകളിലോട്ട് പൊങ്ങി നിൽക്കണം. അഖ് അഖ്. ഗൈന് ഉച്ചരിക്കുകയാണെങ്കിൽ അഖ് അഖ്. ഇതാണ് ഇസ്തിലാഇൻ്റെ സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു സിഫത്ത് നാം പറഞ്ഞത് ഇസ്തിലാഇൻ്റെ നേരെ വിപരീതം. ഉച്ചരിക്കുന്ന സമയം നാവിൻ്റെ അഖ്സയായ ഭാഗം അണ്ണാക്കുമായി അകന്നിരിക്കുക, താഴ്ന്നിരിക്കുക. ഇസ്തിഫാൽ എന്നാണ് ഈ സിഫത്തിൻ്റെ പേര്. പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയിൽ ഇസ്തിഫാൽ എന്ന സിഫത്തിലേക്ക് വന്ന അക്ഷരങ്ങൾ ബാ, താ, ഐൻ, മീം, നൂന്, യാ, വാവ്, ദാല്, ഹാ, റാ, ഫാ, ഹാ, ഹംസ്, ദാല്, സീന്, ലാം, കാഫ്, അലിഫ്, ഇങ്ങനെയുള്ള അക്ഷരങ്ങളാണ്. ഇവകൾ ഉച്ചരിക്കുന്ന സമയം നാവിൻ്റെ അഖ്സ അണ്ണാക്കുമായി അകന്നിരിക്കേണ്ടതാണ്. അപ്പോൾ ഇവകൾക്ക് സുക്കൂനാകുന്ന അവസരത്തിൽ നമുക്കിതിനെ ഒന്ന് പറഞ്ഞു നോക്കാം. ഉദാഹരണം, ദാലിന് സുക്കൂനാകുന്ന അവസരം അദ് അദ് അത് എന്ന് പറയാൻ പാടില്ല. ഹാന് സുക്കൂനാകുമ്പോൾ അഹ് 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 എന്ന് പറ്റൂല എന്നർത്ഥം. അതുപോലെ തന്നെ ഐന് സുക്കൂനാകുമ്പോൾ ആ ആ ആ എന്ന് കേൾക്കാൻ പാടില്ല. അപ്പോൾ ഇസ്തിലാഇൻ്റെ സിഫത്തിലേക്ക് നീങ്ങും. ഇസ്തിലാഇൻ്റെ സിഫത്തിൽ നിന്നും വിപരീതമാണ് നാം ഇവിടെ പറഞ്ഞു വച്ച ഈ അക്ഷരങ്ങൾ. വേറെ ഒരു സിഫത്തായിരുന്നു ഇത്ബാഖ്. എന്ന് വെച്ചാൽ ഇസ്തിലാഇൻ്റെ അക്ഷരങ്ങൾ തന്നെയാണ് ഇത്ബാഖിലുള്ള അക്ഷരങ്ങളും. നാം പറഞ്ഞു വരുന്നത് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നും ഇത്ബാഖിലേക്ക് വന്ന അക്ഷരങ്ങൾ. ഇത്ബാഖ് എന്നാൽ നാവിൻ്റെ അഖ്സയായ ഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കലോടൊപ്പം നാവിൻ്റെ ഒരു ഭാഗം അണ്ണാക്കുമായി ചേർന്നിരിക്കുക. ഇങ്ങനെയുള്ള സിഫത്തുകളുള്ള അക്ഷരങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നും 3 അക്ഷരങ്ങളാണ്. ഒന്ന് സ്വാദ്, ളാദ്, ത്വാ. ഈ അക്ഷരങ്ങൾ ഇസ്തിലാഉം ഉണ്ട്, ഇത്ബാഖുമുണ്ട്. അഖ്സ ഉയരലോടൊപ്പം നാവിൻ്റെ ഒരു ഭാഗം ചേർന്നിരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു സിഫത്തായിരുന്നു സ്വഫീറത്ത്. സ്വാദ്, സീന് എന്നീ 2 അക്ഷരങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നും സ്വഫീറത്ത് എന്ന സിഫത്തിലേക്ക് വന്നിട്ടുള്ളത്. സ്വഫീറത്ത് എന്നാൽ ഉച്ചരിക്കുന്ന സമയം ഒരു പക്ഷിയുടെ സ്വരം ഉണ്ടാവുക. പക്ഷി സ്വരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാദ് ഉച്ചരിക്കുന്ന അവസരത്തിൽ ഒരു അരയന്നത്തിൻ്റെ ശബ്ദം കേൾക്കുകയും നാം നേരത്തെ പറഞ്ഞു വച്ചിരുന്നു. സീൻ ഉച്ചരിക്കുമ്പോൾ വെട്ടുകിളി പറക്കുന്ന അല്ലെങ്കിൽ വെട്ടുകിളികളുടെ ശബ്ദം, അസ് ഒരു ശബ്ദം കേൾക്കുക. ഇങ്ങനെയുള്ള സിഫത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നാം ഇതുവരെ പ്രതിപാദിച്ചത്. ഈ സിഫത്തുകളൊന്നും പരിപൂർണമല്ല നാം ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങൾക്ക് അവയുടെ സിഫത്തുകൾ മാത്രം നാം പറഞ്ഞതാണ്. നാം ഇവിടെ പറഞ്ഞ ഓരോ സിഫത്തുകൾക്കും വേറെയും അക്ഷരങ്ങളും അതുമായി ബന്ധപ്പെട്ട ഹുക്കുമുകളൊക്കെ ഉണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലെ ആ അവസ്ഥകൾ മാത്രമാണ് നാം ഇവിടെ വിശദീകരിച്ചത്. ഇന്നത്തെ ഈ പ്രോഗ്രാം സൂറത്തുൽ ഫാത്തിഹയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സിഫത്തുകൾ ഏകദേശമൊക്കെ നാം ഉൾപ്പെടുത്തി. ഇത് പരിപൂർണമായും ശ്രദ്ധിച്ച് ഖുർആൻ പാരായണം ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ഫാത്തിഹ പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم
مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. സൂറത്തുൽ ഫാത്തിഹയിൽ നിസ്കാരത്തിലാവട്ടെ അല്ലാത്ത സന്ദർഭങ്ങളിലാവട്ടെ നാം പാരായണം ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ എഴുതിയതായി കാണാൻ സാധിക്കുക, ഓരോ ആയത്തിൻ്റെയും അവസാനം അതാത് അക്ഷരങ്ങൾക്ക് ഹർക്കത്തുകളായിട്ടാവും. എന്ന് വെച്ചാൽ ചേർത്തി ഓതുകയാണെങ്കിൽ ആ ഹർക്കത്ത് പ്രകാരമാണ് നാം ഓതേണ്ടത്. സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തുകൾക്ക് അവസാനം നാം പറഞ്ഞു മദ് ആരിൽ എന്ന് നാം പറഞ്ഞിരുന്നു. ചേർത്തി ഓതുകയാണെങ്കിൽ ഈ ആരിൽ എന്ന ആ പ്രതിഭാസം അവിടെ നടക്കുന്നില്ല. ആ അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് വരുമ്പോൾ സുക്കൂനാവുക എന്നത് അവിടെ വരാത്തത് കൊണ്ട് ചേർത്തി ഓതുമ്പോൾ അത്ര നീട്ടാതെ ഒരലിഫിൻ്റെ ഖദറേ പറയാവൂ. ഒരായത്ത് നമുക്ക് ഉദാഹരണത്തിനൊന്ന് പറഞ്ഞു നോക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇപ്പോൾ നമ്മൾ വഖഫ് ചെയ്തത് നീട്ടിയിട്ടായിരുന്നു. ചേർത്തി ഓതുകയാണെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ആലമീൻ അവിടെ നാം ഒരലിഫിൻ്റെ ഖദറേ നീട്ടിയുള്ളൂ. ഇതേ അവസ്ഥ തന്നെ തൊട്ടടുത്ത ആയത്തും അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. ഇങ്ങനെയാണ് എല്ലാം ശ്രദ്ധിക്കേണ്ടത്. ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം എന്നതുമായി ചേർത്ത് ഓതുകയാണെങ്കിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം. അവിടെ ഇഹ്ദിനയുടെ ഈ എന്നത് ഇല്ലാതെയായി പോവും. നാം കഴിഞ്ഞ പ്രോഗ്രാമിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിരുന്നു. അവിടെ വസൂലിൻ്റെ ഹംസാണ്, ചേർത്തി ഉച്ചരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഹംസാണ്. റിഹ്ലത്തും മാൽ ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സുപ്രഭാതം വെളിച്ചം യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പരിശുദ്ധ ഖുർആൻ പഠന പരമ്പര നിങ്ങളെല്ലാവരും അത് വീക്ഷിക്കുകയും അതിന് സപ്പോർട്ട് ചെയ്യുകയും വേണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കാവുന്ന പുണ്യകർമ്മങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.